ടീച്ചറുടെ മനസ്സിൽ ഇപ്പോൾ ഒരു കാർഡുണ്ട്. ആ കാർഡിന്റെ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർഡായിരിക്കും അല്ലേ? ടീച്ചറിന്റെ മനസ്സിൽ നിന്നും ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർഡ്, ആ കാർഡിന്റെ ചിത്രം ടീച്ചറത് ചോദിക്കാതെ ഞാനൊന്ന് ബോർഡിൽ വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുകയാണ്. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റും. ശരിയായെന്നുണ്ടെങ്കിൽ മെന്റലിസ്റ്റ് അൻവർ പുലാപ്പറ്റ എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൽ ഈ സാധനം വരും. എനിവേ, ആ കാർഡ് ഒന്നല്ലെങ്കിൽ റെഡ് കളറായിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിരിക്കും. ആ കാർഡിൽ കുറേ ചിഹ്നങ്ങൾ ഉണ്ടാവും. ഡയമണ്ട് ഉണ്ടാവും, ഹാർട്ട് ഉണ്ടാവും, ക്ലബ് ഉണ്ടാവും, ക്ലാവർ ഉണ്ടാവും അല്ലേ? നമുക്ക് അതിൻ്റെ കളർ എന്താണെന്ന് ടീച്ചർ എൻ്റെ കൈക്കൊന്ന് നോക്കി വിചാരിക്കുക. ടീച്ചറിന് അപ്പുറത്തേക്ക് തിരിഞ്ഞോളൂ. ഓക്കെ, ബസ് ശരി. അതിൽ 1, 2, 3, 4, 5, 6, 7, 8 എന്നുള്ള സംഖ്യകൾ ഉണ്ടാവും. അതിലുള്ള സംഖ്യ ഏതാണെന്ന് ടീച്ചർ എൻ്റെ കയ്യിലൊന്ന് എഴുതുക. അതിൽ കുറെ ചിഹ്നങ്ങൾ ഉണ്ടാവും, ക്ലാവർ, ഡയമണ്ട്. അതിലേത് ചിഹ്നമാണ് എന്ന് ടീച്ചർ എൻ്റെ കയ്യിലൊന്ന് ചെയ്യാം. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. കുറച്ചടുത്തേക്ക് വരും. ക്ലോസ് യുവർ ഐസ്. ടീച്ചറിന്റെ മനസ്സിലുള്ള ഒരു കാർഡ് ടീച്ചറിന്റെ മനസ്സിൽ നിന്ന് ഞാൻ എൻ്റെ ബോർഡിൽ വരയ്ക്കാൻ പോവുകയാണ്. ടീച്ചർ മനസ്സിൽ ആ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ക്യാമറ എടുക്കാതെ ഇങ്ങോട്ട് വന്നോളൂ. ചിലപ്പോൾ ടീച്ചർക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ടീച്ചറിന്റെ മനസ്സിലുള്ള കാർഡ് ഞാൻ ബോർഡിൽ വരയ്ക്കാൻ പോവുകയാണ്. ടീച്ചർ ക്ലോസ് ഓപ്പൺ യുവർ ഐസ്. റെഡ് കളറുള്ള കാണാണോ? ഹാർട്ടാണോ അതിന്റെ ചിഹ്നം? അതിലുള്ളത് 3 എന്നാണോ?